ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ബാബു ചെറിയാൻ പാസ്റ്റർ. കാരണം അദ്ദേഹം കുറെ ദിവസങ്ങളായിട്ട് വചനവിരുദ്ധങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വിറയൽ ശുശ്രൂഷ, കാരണം ഒരു വ്യക്തിയുടെ തലയിൽ കൈവച്ച് താഴെ വീഴുന്ന ഒരു ശുശ്രൂഷ അദ്ദേഹം ചെയ്യുക എന്നതായിട്ട് ഞാൻ കണ്ടു. കാരണം പലരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇന്നത്തെ പ്രധാനമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം ഈ അത്ഭുത രോഗശാന്തി എന്നുള്ളതും അതൊക്കെ എങ്ങനെ ഇത് പ്രാപ്തമാക്കാവുന്ന ചില കാര്യങ്ങളും ഒക്കെ ഞാൻ ഇന്ന് സംസാരിക്കുന്നതാണ്. വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഇത്രയും നാളും ബാബു ചെറിയാൻ പാസ്റ്റർ ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു സുവിശേഷകനായി മാത്രം നിലകൊണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ കുറിച്ച് കാണുവാനായിട്ട് ഇടയായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടുന്ന് ഈ കൈവപ്പ് കിട്ടി എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്നത്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ചില കൈവപ്പുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? പലരെയും അഭിഷേകം ചെയ്യുന്നതായിട്ടും ഒക്കെയുള്ള കൈവെപ്പുകളും അത്ഭുതങ്ങളും ഒക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് പലപ്പോഴും ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, കാരണം ഇൻഡിപെൻഡന്റ് സഭകളെ എന്ത് ചെയ്തേക്കാണ്, ഇൻഡിപെൻഡന്റ് സഭകളെ എന്ത് ചെയ്യാൻ ഇമിറ്റേറ്റ് ചെയ്താണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊന്നും ഇവർ ചെയ്യില്ലായിരുന്നു. കാരണം ഇതൊക്കെ എന്താ പറയുക, കള്ളപ്രവചനമാണ്, കള്ള ശുശ്രൂഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് പ്രസംഗിച്ചു കൊണ്ടിരുന്നവർ തന്നെയാണ് ഇവരിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ദൈവവചന അടിസ്ഥാനത്തില് കൈവെപ്പുകളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൈവെപ്പുകള് ദൈവവചനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും കൈവെപ്പുകൾ നടക്കുന്നതായിട്ട്, അല്ലെങ്കിൽ പലരും കൈവച്ച് പലരെയും അനുഗ്രഹിക്കുന്നതായിട്ടും ഒക്കെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യാക്കോബ് മക്കളെ അനുഗ്രഹിക്കുന്നതായിട്ടും അതുപോലെ തന്നെ അഭിഷേകം ചെയ്യുന്നതായിട്ട് പഴയ നിയമങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയും ഒരു നല്ല ഒരു പ്രവാചകനും നല്ലൊരു അപ്പോസ്തലനും ഇന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയപരമായ ഒരു കാര്യം തന്നെയാണ്. വാസ്തവമായ ഒരു കാര്യമാണ്, ഇന്ന് അവർക്കുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ പല ആളുകളും ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിലും എന്താണ്, വരുമാനം ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പൂർണ്ണമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഇവരിതൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് രോഗശാന്തി വിദഗ്ധർ എന്നൊക്കെ ഇവർ പലപ്പോഴും പറയാറുണ്ട്. ഒരു സ്വയം അപ്പോസ്തലന്മാരായിട്ടുള്ള ആൾക്കാരും ഈ ലോകത്തുണ്ട്, അല്ലെ? നമുക്കറിയാവുന്ന ഒരു വാസ്തവം തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ ആദ്യം നമ്മൾ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തെ അനന്യാസ് എന്ന് പറയുന്ന പ്രവാചകൻ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുന്നതായിട്ടും അദ്ദേഹം നേരത്തെ ശൗലായി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം കുതിരപ്പുറത്ത് പോകുമ്പോൾ, അതായത് ക്രിസ്ത്യാനികളെ മുഴുവൻ കൊല്ലുവാനായിട്ടുള്ള പത്രം മേടിച്ചുകൊണ്ട് കുതിരയിൽ താൻ സവാരി ചെയ്യുന്ന സമയത്ത്, കാരണം അവരെ കൊല്ലുവാനായിട്ട് പോകുന്ന സമയത്ത് സൂര്യനെ വെല്ലുന്ന ഒരു ശക്തി വരികയും ആ ശക്തി അടിച്ച് അവനെ താഴെ ഇടുകയും ചെയ്തതിനു ശേഷം അവന്റെ കണ്ണിന് കാഴ്ചയില്ലാതെ ഇരുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? അതിനുശേഷം അവനെ അനന്യാസ് എന്ന പ്രവാചകൻ വന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവനിൽ എന്താണ് പറയുക, അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെയുള്ള വലിയൊരു ശുശ്രൂഷയിലേക്ക് താൻ മാറ്റപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച്. അപ്പോൾ സ്നാനശേഷം മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ. അപ്പൊ ഏത് സ്നാനമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന് 38-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കണം, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഇതൊന്നും നടക്കത്തില്ല. പല ആളുകളുടെയും ചിന്ത എന്താണെന്ന് അറിയാമോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ലാതെ ഇതെല്ലാം നടക്കും. അങ്ങനെ ഒരു കാര്യം ദൈവവചനത്തിലില്ല. നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തമാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ ആളാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ലാതെ ഇതൊന്നും ചെയ്യാൻ കഴിയുകയില്ല.
കാരണം ബാക്കി എല്ലാം കാണിക്കുന്നതെല്ലാം നാടകങ്ങൾ തന്നെയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് മുഴുവൻ എന്താണ്? വെറും നാടകങ്ങൾ മാത്രമാണ്. ഇവർക്ക് ചില ശുശ്രൂഷകരെ പേര് വിളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പേര് വിളിക്കുന്ന ശുശ്രൂഷ ദൈവവചനത്തിലുണ്ട്. അല്ലെ? യേശുക്രിസ്തു സക്കായിയെ വിളിച്ചു, അല്ലേ? സക്കായി അങ്ങോട്ട് പേര് പറഞ്ഞിട്ടല്ല, സക്കായിയെ വിളിക്കുകയായിരുന്നു കർത്താവ്. അപ്പൊ പേര് വിളിക്കുന്ന ശുശ്രൂഷയുണ്ട്, ഇല്ലെന്നല്ല, ഞാനിതിനെ ഒന്നും പറയുന്നില്ല, എല്ലാം ദൈവവചനത്തിലുണ്ട്. പക്ഷേ ഇവരൊക്കെ, ഞാൻ പറയുകയാണ്, ഇന്നീ പ്രവാചകന്മാര് പേര് വിളിക്കുന്നവര് എന്തുകൊണ്ട് അവരുടെ സഭയിൽ വരുന്ന എല്ലാവരുടെയും പേരെന്താ അവർ വിളിക്കാത്തത്? അവർക്ക് ഒന്നല്ലെങ്കിൽ രണ്ടുപേരുടെ പേര് വിളിക്കുന്നു. കാരണം എന്താണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് കേട്ടതാണ്, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ്, അല്ലേ? അപ്പൊ അടുത്തിരുന്ന ആൾക്കാർ അത് ഇവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ എടുക്കും, എന്നിട്ട് ഇത് പാസ്റ്റർക്ക് അയച്ചു കൊടുക്കും. പാസ്റ്റർക്ക് അയച്ചു കൊടുത്തിട്ട് ഇന്നയാൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇന്നയാള് ഇന്ന പ്രശ്നമായിട്ട് വന്നെന്നൊക്കെ പറയുന്ന തരികിട പ്രവചനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായ പ്രവചനങ്ങൾ നടക്കുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ ആ ഫ്രണ്ടിൽ റോയിലിരിക്കുന്ന എല്ലാവരെയും അവരുടെ പേര് വിളിച്ചാൽ എന്തുകൊണ്ട് ഇവർക്ക് കഴിയുന്നില്ല? കാരണം ഇവരോട് പരിശുദ്ധാത്മാവില്ല, അതുകൊണ്ടാണ് ഇവർക്ക് വിളിക്കാൻ കഴിയാത്തത്. പരിശുദ്ധാത്മാവ് ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവമല്ലേ അവരുടെ കൂടെ ഇരിക്കുന്നത്? ദൈവത്തിന് ഇന്നപോലെ ഇന്ന ആളുടെ പേര് പറഞ്ഞു കൊടുത്താൽ പോരെ, എന്താ പറഞ്ഞു കൊടുക്കാത്തത്? അപ്പോൾ ഇവരൊന്നും യഥാർത്ഥപരമായ യാതൊരു കാര്യങ്ങളും അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട ഒരു വാസ്തവമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിനെ കുറിച്ച് ബാബുച്ചെറിയാനൊക്കെ ഇത്രയും കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഷോയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം കാണിക്കുന്നത്. വളരെ തെറ്റായ ഒരു ഇതാണ്. ദൈവത്തോട് തന്നെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും. കാരണം ദൈവവചനത്തിലെ എല്ലാ അത്ഭുതങ്ങളും, ചില അത്ഭുതങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ വായിച്ചു കാണിക്കുമ്പോൾ നമുക്ക് പറയാം. വടി സർപ്പമായി, നമ്മൾ പുറപ്പാട് പുസ്തകം 4:3 നമ്മൾ വായിക്കുന്നുണ്ട്. വടി യഥാസ്ഥാനത്തായി പുറപ്പാട് 4:4 പറയുന്നു. അതുപോലെ തന്നെ കൈ കുഷ്ഠമുള്ളതായി പുറപ്പാട് 4:6-7 ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ? പുറപ്പാട് 7:20 പറയുന്നു, നദി രക്തം വന്നു, അല്ലേ? ഇതെല്ലാം മോശയുടെ കാലത്ത് നടന്നതാണ്. ഇനി നമ്മള് ഏലിയാവിന്റെ കാലത്ത് ചെയ്ത വലിയ അത്ഭുതങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വരൾച്ച വരുത്തി, തീ ഇറങ്ങി, യാഗം ദഹിപ്പിച്ചു. തീ കൊണ്ട് അധിപതിയും കൂടെ ഇരുന്നവരും ഒക്കെ തീ കൊണ്ട് ദഹിച്ചു പോയെന്ന് 2 രാജാക്കന്മാർ 1:10 നമ്മൾ കാണുന്നു. അപ്പം യോർദാനിലെ വെള്ളം വിവേചിക്കപ്പെട്ടു, യോർദാനിലെ വെള്ളം വിഭാഗിച്ചു, 2 രാജാക്കന്മാർ 2:14 നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ വെള്ളം പ്രത്വമാക്കി, അതുപോലെ തന്നെ പരിഹസിച്ച കുട്ടികളെ കരടി കീറിക്കളഞ്ഞു. അതായത് ഏലീശായെ കളിയാക്കിയ കുട്ടികളെ കരടി വന്ന് കീറിക്കളഞ്ഞു. ഇങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ഇന്ന് കാണിക്കുന്നതെല്ലാം തട്ടിക്കൂട്ട് പരിപാടികളാണ്. ആ പരിപാടികളും ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ല. ദൈവവചനത്തിന് ബന്ധമുണ്ടെങ്കിൽ അത് കർത്താവ് യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തമായ സ്നാനം സ്വീകരിക്കണം. അതായത് അപ്പോസ്തലപ്രവൃത്തി 2:38 സ്നാനം സ്വീകരിക്കണം. സ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അല്ലെ? വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ കൃപ വരും. അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാ അഭിഷേകം ഉണ്ടാകും. അഭിഷേകം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് പേര് വിളിക്കാനുള്ള ശുശ്രൂഷ, നിങ്ങളെ ദൈവം അതിനുവേണ്ടിയാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ ആ ശുശ്രൂഷ നിങ്ങൾ വെളിപ്പെടും, അല്ലെ? ഇതൊന്നും ഈ പറയുന്ന ഈ ദൈവവചനത്തിൽ കാണുന്നതെല്ലാം ദൈവം ഉപയോഗിച്ചിട്ട് ചെയ്ത കാര്യങ്ങളാണ്. ഇത് ദൈവം ഉപയോഗിക്കാതെ കാശിന് വേണ്ടി, അല്ലെങ്കിൽ പാവം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശുശ്രൂഷ നടത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പല വാസ്തവം എന്ന് പറയുന്നത്. ഇന്നത്തെ പല ശുശ്രൂഷകളും അങ്ങനെയാണ്. ദശാംശം എന്ന് പറയുന്നത്, ഞാനത് കൂടുതൽ ദശാംശത്തെ കുറിച്ച് പല കാലങ്ങളിൽ സംസാരിച്ചിട്ടുള്ളതാണ്. ദശാംശം എന്ന് പറയുന്ന സംഗതി ഉപയോഗിച്ച്, അതായത് പഴയ നിയമത്തിലെ ദശാംശം ഉപയോഗിച്ചുകൊണ്ട് ഈ വക തരികിടകളും കാണിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രവാചകൻ എന്ന് പറയുന്ന ആൾക്കാർ കാശുണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കാലങ്ങളിൽ ഇവരുടെ ഇടയിൽ പോകുന്നവരും ഇവർ അപ്പോസ്തലനാണെന്ന് സ്വയം ചിന്തിക്കുന്നവർ പോലും ശ്രദ്ധിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇപ്പം ചില ആളുകൾ പറയുന്നു, ഈ നമ്മളിപ്പോ പ്രവാചകന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രവാചകന്മാർ എന്താണ് പ്രവാചിക്കേണ്ടത്? ദൈവത്തിന്റെ ദൈവിക കാര്യങ്ങളാണ് പ്രവചിക്കേണ്ടത്.
അപ്പൊ ചില ആളുകൾ പറയും പ്രവാചകന് രാഷ്ട്രീയ കാര്യങ്ങൾ പ്രവചിക്കാമോ, അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന സമകാലിക പ്രശ്നങ്ങളെ കുറിച്ച് പ്രവചിക്കേണ്ടെന്ന് ആര് പറഞ്ഞു? യിരെമ്യാവ് പ്രവചിച്ചിട്ടുണ്ട്, യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ട്, വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് എത്രയോ പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്നു. പറഞ്ഞിരിക്കുന്നു, എലീശ പറഞ്ഞിരിക്കുന്നു, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ദൈവവചനത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇല്ലെന്ന് ഒരാൾക്കും അത് മാറ്റിമറിക്കുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പ്രവചിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് കൂടെ ഇല്ലാതെ ഒരുത്തർക്കും അത് കഴിയില്ല. ആരെങ്കിലും ചെയ്ത ശുശ്രൂഷ അതുപോലെ കോപ്പി അടിച്ച് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടും പ്രയോജനങ്ങളൊന്നും അവർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഒരു തരത്തിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. ദൈവം നിങ്ങളെ വിളിച്ചിട്ടില്ലാതെ നിങ്ങൾ ഈ ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് ദോഷമായി തീരും എന്നുള്ള കാര്യം ഞാൻ ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്തത് നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേലും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. ആ കൈ പിടിച്ച് നടത്തുന്നവരെ തിരിഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. അപ്പം അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് മുടന്തന് സൗഖ്യം കൊടുക്കുന്നു. 14:10 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, നീ എഴുന്നേറ്റ് കാലൊന്ന് നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്ത പുരുഷാരം കണ്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്യോവനയിൽ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു എന്ന് അവിടെ കാണുന്നു. അപ്പൊ അവിടെ അവർക്ക് തന്നെ മനസ്സിലായി ഇവനിൽ എന്തോ ദൈവീകമായ ശക്തിയുണ്ട്, അതുകൊണ്ടാണ് ഇവനിത് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഇന്നത്തെ പ്രവാചകന്മാർ ചെയ്യുന്നത് എല്ലാവരും കാണുമ്പോൾ എന്താ കളിയാക്കിക്കൊണ്ടിരിക്കുക, ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കളിയാക്കിക്കൊണ്ടിരിക്കുക, അല്ലാതെ വേറൊരു കാര്യം ഇതിനകത്ത് നടക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാ? ഇവർ ഈ ചെയ്യുന്നതെല്ലാം കോമളിത്തരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ ഒരു ബാല്യക്കാരത്തിലെ ഭൂതത്തെ പുറത്താക്കി. അപ്പോസ്തല പ്രവൃത്തികൾ 16-18 പറയുന്നുണ്ട്, ഇന്നൊരു ഭൂതങ്ങളെ പുറത്താക്കണം എന്ന് പറഞ്ഞൊരു ശുശ്രൂഷ ചെയ്യുന്നു, അതുകൊണ്ടൊന്നും ഒരു ഭൂതം അവിടെ ഇറങ്ങുന്നില്ല. പിന്നെയും ആ ഭൂതം അയാളിൽ പിന്നെയും ഉണ്ടാകുന്നുള്ളതാണ് അതിനകത്തെ വാസ്തവം എന്ന് പറയുന്നത്. ഒരു ഭൂതം ഇറങ്ങിപ്പോയതായിട്ട് യാതൊരു ഇതുമില്ല, അല്ലെ? ഇവരെ ഈ പിടിച്ചുകൊണ്ട് വരുന്ന പലരും എന്താണ്, മാനസിക പ്രശ്നങ്ങളുള്ളവരാണ്. ഈ മാനസിക പ്രശ്നമുള്ളവർ പിന്നെയും മരുന്ന് കഴിക്കാനായിട്ട് പിന്നെയും അവരുടെ ആശുപത്രികളിലേക്ക് പോകുന്നു, പിന്നെ ഒരുത്തനും വിടുവിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ വലിയ വലിയ സൗഖ്യങ്ങൾ നടക്കുന്നുണ്ടോ? ഒരു സൗഖ്യങ്ങളും നടക്കുന്നില്ല. ചെറിയ മുഴകളും എല്ലാം സൗഖ്യമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ നമ്മുടെ ഇടയിൽ വന്ന് പറയുന്നത്. പക്ഷെ വലിയ വലിയ സൗഖ്യങ്ങൾ നടക്കുന്നതാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവർ ചെയ്തെന്നൊക്കെ പറയുന്നു. പക്ഷെ എന്താണ് അതിന്റെ വാസ്തവം നമുക്കറിയില്ല. എങ്കിലും ഞാൻ പറയുന്നു, ദൈവാത്മാവില്ലാതെ, ദൈവാത്മാവിന്റെ അഭിഷേകമില്ലാതെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ ഇവയൊന്നും ചെയ്യുവാൻ ആർക്കും കഴിയത്തുമില്ല, ആർക്കും സാധ്യവുമല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു വാസ്തവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്നു, ഒന്ന് കഴിയുമ്പോൾ പരാജയപ്പെടും, അല്ലെ? ഇവരുടെ തരികിടകൾ പലപ്പോഴും പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ചില പ്രവചനങ്ങൾ ഒത്തുവരും, ചില പ്രവചനങ്ങൾ ഒത്തുവരത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ടെക്നോളജിയുടെ സഹായത്താൽ പ്രവചിക്കുന്നു ആളുകളെ മണ്ടനാക്കുവാനായിട്ട്. അപ്പൊ ഇവരൊക്കെ യഥാർത്ഥ പ്രവാചകന്മാരാണോ? യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് അവൻ പ്രവചിക്കും. കാരണം ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം അവൻ പ്രവചിക്കും. ബൈബിൾ മാത്രമായിരിക്കുകയല്ല, ദൈവം അവനോട് സംസാരിക്കുക തന്നെ ചെയ്യും. വരാൻ പോകുന്ന, അല്ലെ, അബ്രഹാമിനെ അറിയിച്ചു, സോദോം ഗൊമോറയുടെ നാശം വരുന്നു എന്ന് അബ്രഹാമിനെ അറിയിച്ച ദൈവം, അത് ബൈബിളിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെ? പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്നതുണ്ട്. അതായത് ഏലിയാവിനെ കാണുമ്പോൾ അങ്ങനെയാണ്. ഇത് ഏലിയാവ് പറഞ്ഞു, മറ്റേ ഇസബേല് കൊല്ലുവാനായിട്ട് തുടങ്ങിയപ്പോൾ എന്താണ് പറഞ്ഞത്, ഞാൻ എൻ്റെ പ്രാണനെ ചുരച്ചെടിയുടെ കീഴിൽ കിടന്നുറങ്ങി, അവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് അവിടെ മരിച്ചു വീഴാൻ എൻ്റെ പ്രാണനെ എടുക്കണമെന്ന് പറഞ്ഞ ആളാണ് ഏലിയാവ്. ഒന്ന് ആലോചിക്കണം, എത്രയും വലിയ പ്രവാചകൻ, അല്ലെ? ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം വാളുകൊണ്ട് വെട്ടിയവനാ. അവനാണ് പറയുന്നത്, ശ്രദ്ധിക്കണം, അവനാണ് പറയുന്നത്, ശ്രദ്ധിക്കണം, എന്റെ പ്രാണനെ അങ്ങ് എടുത്തേക്കണമെന്ന്. അപ്പൊ എന്തെങ്കിലും
അപ്പൊ അന്ന് ആരുടെയും ദേഹത്ത് ദൈവാത്മാവ് നിൽക്കുന്നുണ്ടായിരുന്നു ഇല്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കാരണം പത്രോസും യോഹന്നാനെ കുറിച്ചും അവരെയൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ അവരെല്ലാം രക്തസാക്ഷികളായിട്ടാണ് മരിച്ചത്. അവര് വാള് കണ്ട ഉടനെ പേടിച്ചോടുകയായിരുന്നില്ല. അവര് ഏത് പ്രതിസന്ധിയിലും ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട് തയ്യാറായിരുന്ന വ്യക്തിത്വങ്ങളായിരുന്നു. കാരണം അവർക്ക് പോലും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവർ ഈ ലോകത്തേക്ക് നോക്കുന്നവരല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു വാസ്തവം എന്ന് പറയുന്നത്. അവരൊരിക്കലും ഈ ലോകത്തേക്ക് നോക്കത്തില്ല. ലോകത്തിന്റെ ചലനങ്ങളോ ലോകത്തിന്റെ കാര്യങ്ങളോ ആയിരുന്നില്ല. അവരുടെ ലക്ഷ്യം ദൈവരാജ്യമായിരുന്നു. ദൈവരാജ്യത്തേക്ക് അനേകരെ നേടുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്നത്തെ ലക്ഷ്യം അതല്ല. ഇന്നത്തെ പല ലക്ഷ്യങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ബാബുചെറിയാൻ പാസ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രവചനം നമ്മൾ കേട്ടു. എന്താണ്? ഞങ്ങളുടെ ആളുകൾ ഇന്നിപ്പം ഗവൺമെന്റിലേക്ക് ആളെ എടുക്കുന്നു. അങ്ങനെയാണോ അത് പറയേണ്ടത്? അങ്ങനെയായിരുന്നില്ല അദ്ദേഹം അത് ധരിപ്പിക്കേണ്ടിയിരുന്നത്. കാരണം അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ അദ്ദേഹം അങ്ങനെയായിരുന്നില്ല അത് രേഖപ്പെടുത്തേണ്ടിയിരുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ദൈവവചനം ഉള്ളവനെ കണ്ടാൽ അറിയാം, അല്ലേ? ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കും എന്ന് പറഞ്ഞതുപോലെ ദൈവം പറയുന്നത് അനുസരിക്കുന്ന ഒരു പ്രവാചകൻ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു അപ്പോസ്തലനുണ്ടോ? അല്ലേ? അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അപ്പോസ്തലന് ഗുണഗണങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? അപ്പോസ്തലൻ എന്തായിരിക്കണമെന്നും എല്ലാം ദൈവവചനം പറയുന്നു. ചില ആളുകൾ പറഞ്ഞത് അപ്പപ്പോ സ്ഥലത്തുള്ളവനാണ് അപ്പോസ്തലൻ എന്ന് ചില ആളുകൾ പറഞ്ഞായിരുന്നു. അതൊന്നുമല്ല, അല്ലെ? ദൈവം അയച്ചിട്ട് വരുന്നവനാണ് അപ്പോസ്തലൻ. അങ്ങനെ വന്നെങ്കിലേ അതിനോട് പ്രയോജനമുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു 6 മാസം മുമ്പ് ഒരു പാസ്റ്റർ പറഞ്ഞ പോലെ, ഞാൻ ദൈവത്തിന്റെ അപ്പോസ്തലനാണ്. ആരാണ് എന്നെ ആക്കിയത്? യാതൊരു തെളിവുണ്ടോ? ഒന്നുമില്ല. ചുമ്മാതെ അങ്ങ് പറയുകയാണ് ഞാൻ അപ്പോസ്തലനാണ്. സ്വയമായി പ്രഖ്യാപിച്ചാലൊന്നും അപ്പോസ്തലനാകുകയില്ല. പ്രവൃത്തിയാണ്, അല്ലേ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? ഞാൻ അപ്പോസ്തലന്മാരിൽ അത്ര ചെറിയവനല്ല, അല്ലേ? അപ്പോസ്തലന്റെ ഗുണങ്ങൾ പറയുന്നു. അതെല്ലാം അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കണം അപ്പോസ്തലന്മാര്, അല്ലേ? അപ്പോസ്തലന്മാർ എങ്ങനെയായിരിക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് 1 കൊരിന്ത്യർ 11:1, ഞാൻ ക്രിസ്തുവിന്റെ അനുയായി ആയിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരിയാകുവീൻ എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട് 1 കൊരിന്ത്യർ 12 അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങൾ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോവുക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയത്തില്ല. വളരെ ശ്രദ്ധിക്കണം, അവിടുത്തെ പോയിന്റുകൾ വളരെ ശ്രദ്ധിക്കണം അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് പറയുന്നു, 4-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്ര, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ എന്ന് അവിടെ പറയുന്നു, അല്ലെ? ഇവിടുത്തെ പല ഉപദേശിമാരുടെ ദൈവം എന്ന് പറയുന്നത് 3 ദൈവങ്ങൾ 3 വ്യക്തികൾ കൂടുന്ന ദൈവമാണ്. പക്ഷെ ഇവിടെ പറയുന്നു ഒരുവനാണ്. അതുപോലും മനസ്സിലാക്കാൻ ഇന്നത്തെ ഉപദേശിമാർക്ക് അറിയത്തില്ല. ഇന്നത്തെ പ്രവാചകന്മാരെന്ന് പറയുന്നവർക്കെല്ലാം 3 ദൈവങ്ങളും 3 വ്യക്തികളാണ്. പിന്നെ അവർക്ക് യഥാർത്ഥ ജ്ഞാനം എവിടെ കിട്ടുന്നു, അല്ലെ? ഒരുത്തന്, വളരെ ശ്രദ്ധിക്കണം, ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തൻ അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെട്ടിരിക്കുന്നു. വേറൊരുത്തൻ അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം, മറ്റൊരുവന് വീര്യപ്രവർത്തികൾ, ആത്മാക്കളുടെ വിവേചനം, പലവിധ ഭാഷകൾ, മറ്റൊരുവിധ ഭാഷകളുടെ വ്യാഖ്യാനം. ഇതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്തു? ഇതെല്ലാം എന്ത് ചെയ്യണം? പറയുന്നുണ്ടെങ്കിലും 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചന വരവും വാഞ്ചിപ്പിൻ. എത്ര പേർ വാഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് അവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഒരു പ്രവാചകൻ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു അപ്പോസ്തലൻ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇന്നത്തെ സമൂഹത്തിൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, പ്രിയ സഹോദരങ്ങളെ, സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഇന്ന് കുറെ അന്യഭാഷകൾ പറഞ്ഞ ഉടനെ അവരുദ്ദേശിക്കുന്ന ഒരു ഭാഷയാണ് ഈ അന്യഭാഷ എന്നാണ് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് അവിടെ വന്ന ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത്. ഭാഷ ചൊല്ലുന്നത് കൊണ്ട് ഞാൻ അപ്പോസ്തലനായി,
അല്ലെങ്കിൽ ഞാൻ രണ്ട് മോട്ടിവേഷണൽ തിയറി കൊടുക്കുന്നത് കൊണ്ട് ഞാൻ അപ്പോസ്തലനായി എന്നൊരു ചിന്താഗതി അവരുടെ മനസ്സിൽ കയറി തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പേരിൽ അതിന്റെ മറയത്ത് കാശുണ്ടാക്കുന്ന പരിപാടിയായും ഇത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം മനസ്സിലാക്കി പോകുന്ന ഒരൊറ്റ വ്യക്തി പോലും ഇല്ല എന്നുള്ളതാണ്, അല്ലേ? ഒരൊറ്റ വ്യക്തി പോലും ഈ കാലങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. ഒരു വിഭാചകൻ, അല്ലെ? മുടന്തനെ എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്നൊരു മുടന്തനെ എഴുന്നേൽപ്പിക്കാൻ പറയുമ്പോൾ ഒരു എന്താ പറയുക, അങ്ങനെ ആക്ട് ചെയ്ത ഒരാളെ കൊണ്ടുവന്ന് ആക്ടിങ് നടത്താനേ അറിയത്തുള്ളൂ. അല്ലാതെ വേറെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ല, അങ്ങനെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അതാണ് ഇവിടെ നടന്നു വരുന്ന ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും ചിന്തിക്കും പോലെ എല്ലാവരും എന്ത് ചെയ്യണം? ഈ വരങ്ങൾ എന്ത് ചെയ്യണം? വാഞ്ചിക്കുന്നവരായിരിക്കണം. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും ആളെ കാണിക്കാനും ആളെ കൂട്ടാനും ഇങ്ങനെ തലയിൽ കൈവച്ച് താഴോട്ടിടുക, അല്ലേ? തള്ളിയിടുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഊതുക, തള്ളിയിടുക, ഇതൊക്കെ എവിടെ നിന്ന് വന്നു? ഇതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പൊ അപ്പോസ്തലന്മാരെല്ലാം ഊതിയിട്ടിട്ടാണോ തള്ളിയിട്ടിട്ടാണോ ഒരാളെ സൗഖ്യമാക്കിക്കൊണ്ടിരുന്നത്? ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വാസ്തവമാണ്. ഒരാൾ വന്ന് പുറകിൽ വന്ന് പിടിക്കുക, അയാൾ വീണ ഉടനെ താഴെ കയറി പിടിക്കുവാൻ ആൾക്കാര്, ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ശുശ്രൂഷ അപ്പോസ്തലന്മാർ ചെയ്തതായിട്ടൊന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയത്തില്ല. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം നിങ്ങളുടെ തെറ്റിദ്ധാരണകളാണ്. കൈ വെച്ച് കഴിയുമ്പോ പരിശുദ്ധാത്മാവിന്റെ ശക്തി എല്ലാവരുടെ മേലും വരും. സ്പാർക്കിംഗ് ആണെന്നൊന്നും മാത്രമൊന്നും പറയുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നത് എന്താണ്? അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ ഒന്നാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എന്താണ് പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ അവർക്കുണ്ടായ മാറ്റത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സ്പാർക്കിംഗ് ആണോ, അവിടെ എന്താണോ ഉണ്ടായത് എന്നുള്ള കാര്യത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. 2-ാം അധ്യായം 2-ാം വാക്യം മുതൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ ഉളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. കണ്ടോ? അവിടെ എഴുതിയിരിക്കുകയാണ്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്ത് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തരും താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചത് കേൾക്കുന്നത് എങ്ങനെ? പർദ്യയിലും മേദ്യയിലും ഏലാമിലും മെസോപ്പൊത്താമിയയിലും യഹൂദയിലും കപ്പദോക്യയിലും പോന്തിയോസിലും ആസിയയിലും ഫ്രിഗ്യയിലും പ്രഫുല്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളും പാർക്കുന്ന റോമിൽ വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മത അനുസാരികളും ഖേദിയരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. സ്പാർക്കിംഗ് ഒന്നും അവിടെ നടന്നായിട്ട് പറയുന്നില്ല. പുതുവീഞ്ഞ് കുടിച്ചതുപോലെ തോന്നി എന്ന് പറയുന്നു, അല്ലെ? ഒന്നാമത്തെ എന്നാ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചു. അവർക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത ഭാഷകൾ, അന്യഭാഷകൾ അവർ സംസാരിക്കാൻ തുടങ്ങി. ആത്മാവരെ പറഞ്ഞ്, അതുപോലെ തന്നെ എന്താണ്? അഗ്നി പുലർക്കുന്ന നാവുകൾ. പത്രോസ് ആരുടെയും തലയിൽ കൈവച്ചില്ല. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയായിരുന്നു. അഗ്നി നാവുകളായി ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി ഓരോരുത്തരുടെ മേലും വന്ന് ഇരുന്നു, അല്ലേ? കാരണം ദൈവം അവരുടെ നാവോടുകൂടി ഇരുന്ന് സംസാരിക്കാനായിരിക്കും എന്താണ് അഗ്നി നാവായി ഇറങ്ങി വന്നത്. ദൈവത്തിന് മറ്റുള്ളവർ സംസാരിക്കുവാനായിട്ട് നമ്മുടെ നാവിൽ വന്നിരിക്കും, അല്ലേ? അതിനുവേണ്ടിയാണ് അഗ്നി നാവായി വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കണം, അല്ലേ? ഞാൻ നിന്റെ നാവോട് കൂടി ഇരിക്കും എന്നൊക്കെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്നാ?
ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാനും വേണ്ടിയാണ്. അല്ലാതെ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയല്ല. ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി അഗ്നി പിളർക്കുന്ന നാവുകൾ വന്നിരിക്കുന്നതിന് കാരണം നിനക്ക് തോന്നുന്നത് വിളിച്ചു പറയുവാനല്ല, നിനക്ക് തോന്നുന്നത് പ്രവർത്തിക്കുവാനല്ല. അതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു വാസ്തവം എന്ന് പറയുന്നത്. ഇന്നത്തെ പല ശുശ്രൂഷകരും വിചാരിക്കുന്ന അവരുടെ കാര്യങ്ങൾ നടക്കാനും വേണ്ടിയാണ് അവർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി. അങ്ങനെ ഒരു കാര്യമേ അവിടെ പറഞ്ഞിട്ടില്ല. സ്പാർക്ക് ഉണ്ടാവുന്നു ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെ? 10 പേര് വന്ന് പിടിച്ചവൻ താഴെ പോകുമെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെ? കൈവയ്ക്കുമ്പോൾ തന്നെ അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരും. സ്പാർക്കിംഗ് ലൈറ്റോ ഒന്നും അവിടെ സംഭവിച്ചതായിട്ട് പറയുന്നില്ല. അപ്പോ മനസ്സിലാക്കേണ്ട ഒരു വാസ്തവം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ ആള് മാറുന്ന ഒരു ശുശ്രൂഷ വരും. അതാണ് പറഞ്ഞ അവർക്ക് പുതുവീഞ്ഞ് കുടിച്ച പോലെ തോന്നി എന്നോട് പറയുന്നതിന്റെ കാര്യം. ആള് മാറിയുള്ള ശുശ്രൂഷ. കാരണം ഇന്നലെ നമ്മളെ കണ്ട പോലെ അല്ല ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല, നിങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്, അല്ലെ? അതുകൊണ്ടാണ് പുതുവീഞ്ഞ് എഴുതുന്നത്. ഒന്നാമത്തെ കാര്യം, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. രണ്ടാമത് പറഞ്ഞു, അവരെ കണ്ടപ്പോൾ മറ്റുള്ളവർക്ക് എന്താണ് തോന്നിയത്? പുതുവീഞ്ഞ് കഴിച്ചതുപോലെ തോന്നി. കാരണം ആകെ കൂടെ മാറി. ദൈവത്തിന്റെ പ്രവർത്തനം വന്നപ്പോൾ ആകെ കൂടെ അവിടെ ഒരു മാറ്റം അവർക്കുണ്ടായി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിച്ചിട്ട് പോകുന്ന പരിപാടിയല്ല ഈ രോഗസൗഖ്യം കൊടുക്കൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാടകം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിളിച്ച് അഭിനയിപ്പിച്ച് കാണിക്കുന്ന പരിപാടിയല്ല ഇത്. മനസ്സിലായല്ലോ? ഇതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. കൈവപ്പ് കിട്ടണമെന്ന് പറഞ്ഞ ഒരേ ഒരു കൈവപ്പേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു പറയുന്നത് ഒരു കൈവപ്പാണ്, അല്ലേ? പിന്നെ ആരും അവന് തലയിൽ വെക്കേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് ഓൾറെഡി, അല്ലേ? അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, 2:38 തന്നെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ എങ്ങനെ കിട്ടും. ഈ 28-19 വായിച്ചിട്ട് മാത്രം കാര്യമില്ല. 28-19 ഇങ്ങനെ പിടിച്ച ആളുകൾ ഇരിക്കുകയാണ്, അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 2:38 പറയുന്നത് അവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. 38-ാമത്തെ വാക്യത്തിൽ പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ. ഈ ഒരു കാര്യം ലൂക്കോസ് പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവന്റെ നാമത്തിൽ, അല്ലേ? അവന്റെ നാമത്തിൽ എന്ന് നമ്മള് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. മത്തായി പറഞ്ഞതാണ് എല്ലാവർക്കും. മത്തായി പറഞ്ഞപ്പോ നാമങ്ങൾ എന്ന് പറഞ്ഞില്ല. നാമങ്ങൾ എന്ന് പറഞ്ഞെങ്കിലേ ഉള്ളൂ അത് വാക്കുകളായിട്ട് എടുത്ത് സ്നാനപ്പെടുത്തേണ്ടത്. അങ്ങനെ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതും തെറ്റാണ്, അല്ലേ? ലൂക്കോസും പറഞ്ഞത് ശരിയാണ്. ലൂക്കോസ് പറഞ്ഞപ്പോ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം എന്ന് ലൂക്കോസും പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടുക? അത് കർത്താവ് യേശു ക്രിസ്തു തന്നെ തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മള് പറയുമ്പോൾ 16-ാം അധ്യായത്തിലാണ്. 16-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. അത് പറഞ്ഞിട്ട് അടുത്ത കാര്യത്തിൽ പറയുകയാണ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അപ്പം വിശ്വസിക്കുന്നവരിലൂടെ മാത്രമേ അടയാളം നടക്കത്തുള്ളൂ, അല്ലാത്തവർ നടക്കുകയില്ല. പിന്നെ എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, അല്ലെ? എങ്ങനെയാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്? എന്റെ നാമത്തിൽ. ആരുടെ? യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഭൂതങ്ങൾ പുറത്താകുന്നത്. പുതുഭാഷകളിൽ സംസാരിക്കുന്നത്, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും, അല്ലെ? ഇന്ന് ഏതെങ്കിലും ഒരു ഭാഷ ബാധിച്ചിട്ട് ആർക്കെങ്കിലും സൗഖ്യം വന്നതായിട്ട് ഒരു ധാരണയുമില്ല. പല പ്രവാചകരെന്ന് പറയുന്നവരൊക്കെ പള്ളിയും പറഞ്ഞ് പിന്നെ ആശുപത്രി കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു പല കാര്യങ്ങളും, അല്ലെ? ഒരു മഴ മാറാനായിട്ടും, ഒരു ബ്രെയിൻ ട്യൂമർ മാറാനായിട്ടും, ക്യാൻസർ മാറാനായിട്ടും ഒക്കെ, അല്ലെ? സൗഖ്യമായെന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷെ അവർ 2 ആഴ്ച കഴിഞ്ഞപ്പം ഈ ലോകത്ത് നിന്ന് വിട്ടുപോയെന്നാ പറയുന്നത്, അല്ലേ? കർത്താവ് തരുന്ന സൗഖ്യം എന്ന് പറയുന്നത് പൂർണ്ണ സൗഖ്യമാണ്. കുറെ കാലമെങ്കിലും ജീവിച്ചിരിക്കുന്ന തരത്തിലുള്ള സൗഖ്യമാണ്. അല്ലാതെ 1 മാസം 2 മാസം ഒരാഴ്ചത്തെ സൗഖ്യമൊന്നുമല്ല. അത് തന്നെ ഒരു മണ്ടത്തരമായ ചിന്താഗതികളാണ്, അല്ലേ?
ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് രോഗസൗഖ്യം വരും, അല്ലെ? അതുപോലെ തന്നെ എണ്ണ പൂശി പ്രാർത്ഥിക്കണമെന്ന്, അത് സഭയിലെ ഇടയനോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അല്ലെ? എണ്ണ പൂശി രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം. ഇതൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വരങ്ങളായിരിക്കും ലഭിച്ചിരിക്കുന്നത്. വരങ്ങളാണ്. ചിലർക്ക് രോഗശാന്തി ആയിരിക്കാം, ചിലർക്ക് എന്താ പറയുക, ഇതെല്ലാം കാണും. ചിലർക്ക് എന്താണ് അപ്പോസ്തോലിക വരം എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായിട്ട് നിൽക്കുവാനുള്ള വരങ്ങൾ കാണും. ഇങ്ങനെ പല ടൈപ്പ് വരങ്ങളെ കുറിച്ചാണ് ദൈവവചനം പ്രസ്താവിക്കുന്നത്. ഇതൊക്കെ വാഞ്ചിക്കേണ്ടവരാണ്. പക്ഷേ ഇതൊന്നും ആക്ട് ചെയ്തെടുക്കുകയല്ല വേണ്ടത്. ഇതെല്ലാം വാഞ്ചിക്കേണ്ടവരാണ്, അത് വാഞ്ചിച്ച് എടുക്കേണ്ടവരാണ്. അല്ലാതെ ഇതൊരു ക്യാഷ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ധനമാർഗമായിട്ട് പറഞ്ഞിട്ടില്ല, അല്ലെ? കാരണം നിങ്ങൾക്ക് ജീവനും ശക്തിക്കും വേണ്ടതെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതൊരു വരുമാന മാർഗമാക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇതൊരു വരുമാന മാർഗമാക്കി, അല്ലെങ്കിൽ ഇതൊരു ശുശ്രൂഷ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ മറവിൽ ഒരു വരുമാന മാർഗമായി ഇതിനെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെതിരായിട്ടാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും വാസ്തവം അത് തന്നെയാണ്. അല്ലാതെ ഒരു സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വരങ്ങൾ പ്രാപിക്കണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം വളരെ അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ആ സ്നാനം സ്വീകരിക്കാതെ 3 ദൈവങ്ങളുടെ 3 വ്യക്തികളുടെ നാമത്തിലാണ് അഭിഷേകം കിട്ടുന്നതെന്ന് പറയുന്നു. അത് ചെയ്തവരിലൊക്കെ ഞങ്ങൾ കണ്ടു എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവും വാസ്തവം നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞാനിവിടെ ആരെയും കുറ്റം വിധിക്കുവാനായിട്ട് വരുന്നില്ല, എങ്കിലും പറയുവാനുള്ളത് പറയണം. കാരണം ഇങ്ങനെ ചെയ്തുകൊണ്ട് കുറെ കാലമായി ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ അകമാനമല്ല, എവിടെയും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെ തിരിച്ചറിയേണ്ടത് ഇവരുടെ അടുക്കൽ ചെല്ലുന്നവർ തന്നെയാണ് ഇവരെ തിരിച്ചറിയേണ്ടത്. അവർക്കൊരു ബോധം വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും വലിയൊരു വിശദീകരണം നൽകിയത്. കാരണം നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഇതിനകത്ത് കാരണം പല കള്ളത്തരങ്ങളും നടക്കുന്നുണ്ട്. പല കള്ളത്തരങ്ങളാണ്, പല രീതിയിൽ പണമുണ്ടാക്കാനുള്ള ഒരു നമ്പർ ആയിട്ട് മാറിയിരിക്കുകയാണ് സുവിശേഷം. ബൈബിളിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ചിലര് പറയുന്നത്. ഒരിക്കലും ബൈബിളിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് മോട്ടിവേഷൻ ചെയ്ത് ആളുകളെ തങ്ങളുടെ ആ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുകയാണ്. അല്ലാതെ ഇതിനകത്ത് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അവിടെ വന്നിരിക്കുന്ന വിശ്വാസിക്ക് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അവിടുത്തെ ആ നിൽക്കുന്ന ഇടയൻ വളരുന്നതല്ലാതെ വേറൊരു പ്രയോജനം നടക്കുന്നില്ല. സത്യത്തിൽ ഇതൊക്കെ വിശ്വാസിക്ക് പ്രയോജനമല്ല, പിന്നെ ആർക്കാണ് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകേണ്ടത്? നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട ഒരു വാസ്തവമാണ്. വിശ്വാസിക്ക് ഇതുകൊണ്ട് പ്രയോജനമില്ലെങ്കിൽ പിന്നെ ഇത് ആർക്കാണ് പ്രയോജനം ഉണ്ടാകുന്നത്? കാരണം അവിടുത്തെ ദൈവദാസൻ എപ്പോഴും ആ വിശ്വാസികൾ വളരുവാനാണ് ആഗ്രഹിക്കുന്നത്, താൻ വളരുവാനല്ല ആഗ്രഹിക്കുന്നത്. വിശ്വാസികൾ വളരുന്നുണ്ട് എന്നാണ്. അപ്പോസ്തലനായ പൗലോസിന് പോലും വളരെയധികം ചിന്താഭാരം ഉണ്ടായിരുന്നു. സഭകളെ കുറിച്ച് തന്നെ എനിക്കൊരു ചിന്താഭാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. അവർ വളരാൻ അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞത് എന്റെ അനുകാരിയായിരിക്കും, ക്രിസ്തു എന്ന തലയോളം വളരുവിൻ എന്ന് പറയുന്നതിന്റെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പം ഇവിടെ കാണുന്ന ഈ പ്രത്യേകതകൾ, ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനം പഠിക്കണം. ദൈവവചനത്തിൽ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പഠിക്കണം. ഇവരുടെയൊക്കെ പുറകെ പോയി ഇവർ നന്നായിട്ട് പ്രസംഗവും മോട്ടിവേഷനും ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിൽ കാര്യമായ ഒരു കാര്യങ്ങളുമില്ല. എല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ദൈവവചനമായി ഇവർക്ക് യാതൊരു ബന്ധവും കാണത്തില്ല. അതുകൊണ്ട് തന്നെയാണ് എന്താണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നുള്ള കാര്യം ആദ്യം ബോധത്തോടെ ശ്രദ്ധിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം, നിങ്ങൾക്ക് സാധ്യമാകണം. അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. എല്ലാവരും ദൈവവചനം പഠിക്കണം, എല്ലാവരും ദൈവവചനത്തിൽ ആശ്രയിക്കണം, എല്ലാവരും ദൈവവചനത്തിൽ ആഴമായ വിശ്വാസം എല്ലാവർക്കും ഉണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്കും ഒരു ബൈബിളുണ്ട്. അതായത് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ ഒരു മോട്ടിവേഷൻ തിയറി പഠിപ്പിക്കുന്ന ആള് പറയുന്നത് കേട്ടങ്ങ് ഇരുന്നാൽ പോരെ.
അല്ലെങ്കിൽ എൻ്റെ ആത്മീയ ഗുരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ ഗുരുവിന് എന്താണ്, അയാൾ മോട്ടിവേഷണൽ സ്പീച്ചർ ആണോ എന്ന് പോലും, മോട്ടിവേഷണൽ സ്പീച്ച് നൽകുന്ന ആളാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇന്നത്തെ സമൂഹത്തിന്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബുക്ക് ഓഫ് ലോർഡിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.